അതിൽ ഒരു മോശമായ ഒരർത്ഥോ അങ്ങനത്തെ ഒരു വാക്കായിട്ടോ വരുന്നില്ല. അത് മറ്റുള്ളവർ വളച്ചൊടിച്ച് വേറെ രീതിയിൽ അതിനെ മോശമായിട്ട് പച്ചയായിട്ട് പറഞ്ഞിട്ടുണ്ട് പലരും. അല്ല, പക്ഷെ യഥാർത്ഥത്തിൽ ഇപ്പൊ സ്ത്രീത്വത്തെ അപമാനിക്കുക, അധിക്ഷേപിക്കുക എന്നുള്ളതാണ് ചാർജ് വരിക എന്നാണ് മനസ്സിലാവുന്നത്. അപ്പൊ അത്തരം പരാമർശങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ആ നിയമത്തിന്റെയൊക്കെ വകുപ്പിന്റെയൊക്കെ പരിധിയിൽ വരുന്നതാണെന്ന് താങ്കൾക്ക് അറിയില്ലേ? ഇല്ല, അത് എനിക്ക് അറിഞ്ഞാൽ ചെയ്യില്ലല്ലോ. ഞാൻ ഇങ്ങനെ പല അഭിമുഖങ്ങൾ അല്ലെങ്കിൽ താങ്കൾ ഇത്തരത്തിൽ പല അർത്ഥം തോന്നിപ്പിക്കുന്ന തരത്തിൽ വാക്കുകൾ ഉപയോഗിക്കുന്ന ആദ്യമല്ല. അതുകൊണ്ട് അങ്ങനെ തോന്നിക്കോട്ടെ ഹണി റോസിനെ എന്ന് താങ്കൾ വിചാരിച്ചു കാണും ബോധപൂർവം എന്നേ ആളുകൾക്ക് ചിലപ്പോൾ തോന്നുള്ളൂ. ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കുന്നുണ്ടോ ശ്രീ ബോബി? യാത്രയിലാണ്, അപ്പൊ ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. ഹലോ ഗോപാലകൃഷ്ണ, കേൾക്കാമോ? ഇല്ലില്ല, കേൾക്കുന്നില്ല. കൽക്കട്ടന്ന് പോരുമ്പോഴേ കമ്പിളിപ്പുറപ്പ് വാങ്ങിച്ചോണ്ട് പോരാൻ. ഹലോ, ഉറച്ചു പറ, കേൾക്കുന്നില്ല. കമ്പിളിപ്പുറപ്പ്. നമസ്കാരം സുഹൃത്തുക്കളെ. എന്തുകൊണ്ട് 10-30 പേർക്കെതിരെ കേസ് കൊടുത്ത ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് കൊടുത്തില്ല എന്നുള്ളൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനൊരു ഉത്തരവുമായി ഹണി റോസിൻ്റെ പോസ്റ്റ് ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. എന്താണ് നമ്മുടെ ഹണി റോസ് ഇതിനെപ്പറ്റി പറയുന്നത് നമുക്ക് നോക്കാം. ബോബി ചെമ്മണ്ണൂരിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ബോബി ചെമ്മണ്ണൂർ, താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറകെ ഉണ്ടാവും. താങ്കളുടെ പണത്തിൻ്റെ ഹുങ്കിൽ വിശ്വസിക്കൂ. ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു. ഹണി റോസ് വർഗീസ്. അപ്പം നമ്മുടെ ബോച്ചയ്ക്കും ബാക്കി കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കുമുള്ള ഉത്തരം ഇപ്പോൾ കിട്ടിയിരിക്കുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഇതേപോലെ അശ്ലീല കമൻറ്റ്സ് ഇടുന്നവർ ഇനിയും ശ്രദ്ധിക്കുക. ഇതിൻ്റെ അടിയിലെങ്കിലും പോയി വേറെ കമൻറ്റ്സ് ഒന്നും ഇടാതിരിക്കുക. വീണ്ടും കേസ് ഇടുന്നവർക്ക് എല്ലാവർക്കും എതിരെ ഉണ്ടാകും. ബോച്ചയുടെ അനുയായികൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. ബോച്ചെ ഫാൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള പരിപാടികളിൽ പോയി ചാടാതിരിക്കുക. നിങ്ങൾക്ക് തന്നെ പണി കിട്ടുന്നതായിരിക്കും. അപ്പം ഈ കേസ് കൊടുത്തതിന് ശേഷം ബോച്ച ആകെ ഒന്ന് വിരളുന്ന ഒരു ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബോച്ചയുടെ റെസ്പോൺസ് കഴിഞ്ഞ ദിവസം മനോരമയുടെ ചർച്ചയ്ക്കിടെ ഉണ്ടായി. അതെന്താണ്, ബോച്ചെ ഇതിനെതിരെ പ്രതികരിക്കുന്നത് എന്താണെന്ന് കൂടെ നമുക്ക് നോക്കാം. ഇപ്പൊ ഏറ്റവും ഒടുവിൽ താങ്കൾക്കെതിരെ കേസെടുത്ത കാര്യം അറിഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിരുന്നോ? ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ്. ആണോ? അതറിയില്ലായിരുന്നു. കേസ് എടുത്തിരുന്നു എന്നുള്ളതാണ് അറിയാം. ബോച്ചയ്ക്കെതിരെ ജാമ്യമുള്ള വകുപ്പെടുത്താൻ എന്ത്, ജാമ്യമില്ലാത്ത വകുപ്പെടുത്താൻ എന്ത്? ഇപ്പം ബോച്ചയെ പിടിച്ച് അകത്തിടുമെന്നാണ് വിചാരിക്കുന്നത്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ അതിൻ്റെതായ ഒരു ഇത് ബോച്ചയുടെ സംസാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ബോച്ചയ്ക്ക് ഇതിനെപ്പറ്റി കൂടുതൽ പറയാനുള്ളത് നമുക്ക് നോക്കാം. പാടില്ലാത്തത് സംഭവിച്ചു, തെറ്റ് സംഭവിച്ചു പോയെന്നൊരു തോന്നലുണ്ടോ? തെറ്റ് സംഭവിച്ചു. കാരണം ഞാൻ ഇവിടുത്തെ വിഷയം കുന്തി ദേവി എന്ന് പറഞ്ഞ ഒന്ന് ഉരുളുന്നതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ പുള്ളി കുന്തി ദേവിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രമാണ് ഇവിടെ പറയുന്നത്. പല സ്ഥലങ്ങളിൽ പല സിറ്റുവേഷനിൽ ഹണി റോസിനെ അവമാനിച്ചു അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ബുദ്ധിമുട്ടിച്ചു എന്നാണ് ഹണി റോസിൻ്റെ പരാതി. പക്ഷേ പുള്ളി ഇപ്പം പറയാൻ പോകുന്നത് കുന്തി ദേവി എന്ന് പറയുന്ന ആ പരാമർശത്തെ പറ്റി മാത്രമാണ്. നമുക്ക് നോക്കാം. കുന്തി ദേവി എന്ന് പറഞ്ഞ് അവരെ ഉപമിച്ചിരുന്നു കുറച്ച് മാസങ്ങൾ മുമ്പ് എൻ്റെ ഒരു ഉദ്ഘാടനത്തിന്. അതിനുശേഷം രണ്ടാമത്തെ ഉദ്ഘാടനത്തിന് വന്നപ്പോഴും ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അവിടെ ഡാൻസ് ചെയ്തിരുന്നു, മോഡലിംഗ് ചെയ്തിരുന്നു, ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് രണ്ടുപേരും വളരെ നല്ല രീതിയിൽ തന്നെ പിരിഞ്ഞതാണ്. ഒരു വ്യക്തിപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവേണ്ട കാര്യം ഇല്ല. വിളിച്ചൊരു പരിപാടി വന്ന് ഒരിക്കലും അവർ അലമ്പാകത്തില്ല. അതുകൊണ്ട് ബോച്ചെ പറയുന്നതൊക്കെ അവർ അംഗീകരിച്ചു എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് ബോച്ചയ്ക്ക് ഉള്ളതെങ്കിൽ അത് ബോച്ചയ്ക്ക് തിരുത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ബോച്ചയുടെ ഒരു തെറ്റിദ്ധാരണയാണത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ച് ദിവസം മുമ്പ് ഹണി റോസിന്റെ പോസ്റ്റിൽ ഈ കുന്തി ദേവി വളച്ചൊടിച്ച് വേറെ രീതിയിൽ പല രീതിയിലും മോശമായിട്ട് കുറച്ച് പേര് പരാമർശിച്ചിരുന്നു. അപ്പൊ അതിനെതിരെ അവർ പറയുകയുണ്ടായി, അവർക്കെതിരെ കേസ് കൊടുക്കുകയുണ്ടായി. ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. ബോച്ചെ ഫാൻസിനെയും ബോച്ചെ കൈവിട്ടിരിക്കുകയാണ്. കുറേ ആളുകൾ വന്ന് താഴെ കമൻറ്റ് ഇട്ടു എന്നാണ് പറയുന്നത്. ഇതൊക്കെ ആരാണ്, അല്ലെങ്കിൽ ഇത് ബോച്ചെ ഫോളോ ചെയ്യുന്നവരാണോ എന്നുള്ളത് ബോച്ചയ്ക്ക് അറിയില്ല. പക്ഷേ ബോച്ചെ പറയുന്നത് അവർ ചെയ്ത തെറ്റിനാണ് ആദ്യം കേസ് കൊടുത്തതെന്നുള്ളതാണ്. ഇന്നാണ് ഇപ്പോ എനിക്കെതിരെ ഇങ്ങനെ ഒരു പരാതിയും കേസും ഒക്കെ ഡെവലപ്പ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയൂ. അപ്പോൾ ഒരിക്കലും മോശമായിട്ട് ഞാൻ ആരുടെ അടുത്തും പെരുമാറാറില്ല. അങ്ങനെ മോശമായിട്ടും ബോച്ചെ ആരുടെ അടുത്തും പെരുമാറില്ല എന്നാണ് പറയുന്നത്.
ബോച്ചയുടെ പെരുമാറ്റത്തെക്കുറിച്ച് ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്യുകയുണ്ടായി. അത് ഞാൻ ഈ വീഡിയോയിലൂടെ പിൻ ചെയ്യാം. നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. എത്ര സിറ്റുവേഷനിലാണ് പുള്ളി എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് എന്നുള്ള കാര്യം ആ വീഡിയോയ്ക്കകത്ത് പ്രത്യേകം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനെതിരെ റിയാക്റ്റും ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കൂടെ ഞാൻ പിൻ ചെയ്യാം. നിങ്ങളത് കണ്ടു നോക്കുക. ഇങ്ങനെ ചിരിപ്പിക്കല്ലേ. അങ്ങനെ എന്തെങ്കിലും ഇതുപോലെയുള്ള തമാശകളൊക്കെ പറയും. മാർക്കറ്റിംഗ് സെയിൽസിന് വേണ്ടിയാണല്ലോ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നല്ലാതെ ഒരു മോശമായിട്ടുള്ള ഒരു ഇന്റൻഷനൊന്നും എനിക്ക് ഇതിലില്ല. ബോച്ചയ്ക്ക് ഇപ്പോഴും താൻ ചെയ്ത തെറ്റിന്റെ ഇത് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. മാർക്കറ്റിങ്ങിന് വേണ്ടി എന്തും വിളിച്ച് പറയാമെന്നാണ് ബോച്ച ഇപ്പോഴും വിശ്വസിക്കുന്നതെങ്കിൽ ഇനിയിപ്പോൾ എന്താ പറയുക, കേസ് കൊടുത്തിട്ടും ബോച്ചയ്ക്ക് തൻ്റെ തെറ്റ് ഇതുവരെ മനസ്സിലായിട്ടില്ല. അയാളെ ഫോളോ ചെയ്യുന്ന കുറേ ആളുകളും ഉണ്ട് നാട്ടിൽ. അപ്പോൾ അവരൊക്കെ മാർക്കറ്റിങ്ങിന് വേണ്ടി എന്തൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ സ്ത്രീത്വത്തെ അപമാനിക്കുക, അധിക്ഷേപിക്കുക എന്നുള്ളതാണ് ചാർജ് വരിക എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അത്തരം പരാമർശങ്ങൾ യഥാർത്ഥത്തിൽ ആ നിയമത്തിന്റെയൊക്കെ വകുപ്പിന്റെയൊക്കെ പരിധിയിൽ വരുന്നതാണെന്ന് താങ്കൾക്ക് അറിയില്ലേ? ഇല്ല, അത് എനിക്ക് അറിഞ്ഞാൽ ചെയ്യില്ലല്ലോ. ഞാൻ ഇങ്ങനെ അങ്ങനെ ഇത്ര വലിയ പ്രശ്നമായി മാറും. കാരണം ഒരു കുന്തി ദേവി എന്ന് പറയുമ്പോൾ അതിൽ ഒരു മോശമായ പുള്ളിയെ കുന്തി ദേവി എന്ന് മാത്രമാണ് കിടക്കുന്നത്. പുള്ളി ഒരു കൊച്ചു കുട്ടിയാണ്. പുള്ളിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, ഇതൊക്കെ ചെയ്യുന്നത് തെറ്റാണെന്ന് പോലും മനസ്സിലായിട്ടില്ല. കൂടെ നിൽക്കുന്ന ആരും പറഞ്ഞും കൊടുത്തിട്ടില്ല, ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ലെന്ന് ആരും പറഞ്ഞും കൊടുത്തിട്ടില്ല എന്നാണ് ബോച്ചെ പറയുന്നത്. പുള്ളിയുടെ കൊച്ചു മനസ്സിൽ തോന്നിയ കുറേ ചാബല്യങ്ങളാണ് പുള്ളി വിളിച്ചു പറയുന്നത്. പുള്ളിക്ക് ഇതുവരെ അതിൻ്റെ ഒരു വ്യാപ്തി, ആ ചെയ്യുന്ന തെറ്റിൻ്റെ ഒരു വ്യാപ്തി ഇതുവരെയും പുള്ളിക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൽ ഒരു മോശമായ ഒരർത്ഥോ അങ്ങനത്തെ ഒരു വാക്കായിട്ടോ വരുന്നില്ല. അത് മറ്റുള്ളവർ വളച്ചൊടിച്ച് വേറെ രീതിയിൽ അതിനെ മോശമായിട്ട് പച്ചയായിട്ട് പറഞ്ഞിട്ടുണ്ട് പലരും. അപ്പം കണ്ടുകൊണ്ടിരുന്നവരും മറ്റുള്ളവർക്കും മേലാണ് കുറ്റം. ഞാൻ കുന്തിദേവിയുടെ ക്യാരക്ടറുമായിട്ട് നമ്മുടെ ഹണി റോസിനെ ഭൂമിക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇത് എങ്ങനെ വേണേലും ബോബി ചെമ്മണ്ണൂരിന് പറയാം, ബിക്കോസ് ഇറ്റ്സ് എ ഡബിൾ മീനിങ്. അല്ലെങ്കിൽ കുന്തിദേവിയും ഈ ഹണി റോസും തമ്മിൽ എന്താണ് ബന്ധം, അത് പുള്ളി പറയുന്നില്ല. കുന്തിദേവി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പറയുന്നത് കണ്ടുകൊണ്ടിരുന്നവർ വേണ്ടാത്ത രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുകയും വേണ്ടാത്തവർക്ക് വിളിച്ച് പറഞ്ഞു എന്നാണ് ബോച്ചെ പറയുന്നത്. ബോച്ചെ കൈ ഒഴിഞ്ഞു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ നല്ലവനാണ്, എനിക്കറിയത്തില്ലായിരുന്നു ഇതൊന്നും, ഞാൻ ഒരു കൊച്ചു കുട്ടിയാണ്, എനിക്കിതിനെ ഭാരതത്തിൻ്റെ നിയമങ്ങളെപ്പറ്റി അറിയത്തില്ല, ഇത് സ്ത്രീയെ അപമാനിക്കുകയാണെന്നുള്ള കാര്യം അറിയത്തില്ല എന്നൊക്കെയാണ് ബോച്ചെ പറയുന്നത്. പക്ഷെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ ഇട നൽകുന്ന എന്നാ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് താങ്കൾ ഈ പദപ്രയോഗം നടത്തിയെന്നല്ലേ പൊതുവെ ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുക? ഒരിക്കലും പലരും അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും ഞാൻ അങ്ങനത്തെ ഒരു ഇന്റൻഷൻ എനിക്കില്ല. ഒരാളോടും അങ്ങനത്തെ ഒരു അവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അങ്ങനെ പറയാറില്ല. തമാശയ്ക്കും മാർക്കറ്റിംഗ് സെയിൽസിനൊക്കെ വേണ്ടിയിട്ട് എന്നല്ലാതെ അത് വിട്ട് വീണ്ടും മാർക്കറ്റിംഗിനും സെയിൽസിനും വേണ്ടി എന്തും വിളിച്ചു പറയാമെന്നാണ് ബോച്ചെ പറയുന്നത്. ബോച്ചെ ഇനിയും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. ഒരു കേസ് വന്നിട്ട് പോലും പുള്ളിക്ക് കാര്യങ്ങൾ അത്ര അങ്ങോട്ട് പിടികിട്ടിട്ടില്ല. ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലെന്ന് തോന്നുന്നു ബോച്ചയ്ക്ക്. പറയാറുമില്ല അതിനെ കുറിച്ച്. മഹാഭാരതത്തിലെ കഥാപാത്രം കൂടെ ഉള്ളവരെ പറയണം, അവരൊന്നും ആരും പറയുന്നില്ല. എല്ലാവരും ബോച്ചെ എന്ന് പൊക്കിക്കൊണ്ട് നടക്കുന്നതല്ലാതെ ബോച്ചെ ചെയ്യുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ ഒരാൾ പോലും കൂടെ ഇല്ലെങ്കിൽ അപ്പം താങ്കളുടെ ഫ്രണ്ട്സൊക്കെ ആരൊക്കെയാണെന്നുള്ളതൊന്ന് പുനർവിചിന്തനം ചെയ്യേണ്ടതുണ്ട്. ഒരാൾ തെറ്റ് ചെയ്യുമ്പം അത് തെറ്റാണെന്ന് പറയുന്ന ആളാണ് യഥാർത്ഥ സുഹൃത്ത്. ഇതുവരെ എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് വിചാരിച്ച് വേണ്ടാതീനം വിളിച്ച് പറയുന്ന ബോച്ചെ. കുന്തിദേവി മഹാഭാരതത്തിലെ കഥാപാത്രമാണ്, വലിയ മഹനീയ കഥാപാത്രമൊക്കെയാണ്. പക്ഷേ അങ്ങനെ ഒരു കഥാപാത്രത്തെ താങ്കൾ ഓർക്കുന്നു എന്ന് പറയുമ്പോൾ ആ വാക്കിൽ താങ്കൾ മറ്റൊന്നാണ് ഉദ്ദേശിച്ചതെന്ന് ഒരുപക്ഷെ താങ്കളുടെ തന്നെ പല അഭിമുഖങ്ങൾ അല്ലെങ്കിൽ താങ്കൾ ഇത്തരത്തിൽ പല അർത്ഥം തോന്നിപ്പിക്കുന്ന തരത്തിൽ വാക്കുകൾ ഉപയോഗിക്കുന്ന ആദ്യമല്ല. അതുകൊണ്ട് അങ്ങനെ തോന്നിക്കോട്ടെ ഹണി റോസിനെ എന്ന് താങ്കൾ വിചാരിച്ചു കാണും ബോധപൂർവം എന്നേ ആളുകൾക്ക് ചിലപ്പോൾ തോന്നുള്ളൂ. ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കുന്നുണ്ടോ ശ്രീ ബോബി? യാത്രയിലാണ്, അപ്പൊ ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. ഹലോ ഗോപാലകൃഷ്ണ, കേൾക്കാമോ? ഇല്ലില്ല, കേൾക്കുന്നില്ല. കൽക്കട്ടന്ന് പോരുമ്പോഴേ കമ്പിളി പുതപ്പ് വാങ്ങിച്ചോണ്ട് പോരാൻ. ഹലോ, ഉറച്ചു പറ, കേൾക്കുന്നില്ല. കമ്പിളി പുതപ്പ് കൽക്കട്ടന്ന് പോരുമ്പോ വാങ്ങിച്ചോണ്ട് പോരാൻ. ഹലോ, കേൾക്കുന്നില്ല. കമ്പിളി പുതപ്പ് കൽക്കട്ടന്ന് പോരുമ്പോഴേ കമ്പിളി പുതപ്പ് മേടിച്ചോണ്ട് വരാൻ. ഹലോ. ചോദ്യത്തിന് ബോബി ഉത്തരമില്ലയോ എന്തോന്ന് അറിയത്തില്ല. പുള്ളി യാത്രയിലാണ് എന്ന് പറഞ്ഞ് അതിനെ ഡിസ്കണക്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പുള്ളിക്ക് ഉത്തരവില്ലാത്തതാണോ അത് യഥാർത്ഥത്തിൽ യാത്രയിൽ ഡിസ്കണക്റ്റ് ആയി പോകുന്നതാണോ അറിയത്തില്ല. പക്ഷേ അതിനുള്ള ഉത്തരം പുള്ളി അപ്പം പറയുന്നില്ല.
അപ്പം ഇതൊക്കെയാണ് ബോച്ചയുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ്. കേസ് വന്നതിന് ശേഷം ബോച്ച എന്താണ് പറയുന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അപ്പം ആരുടെ ഭാഗത്താണ് ശരി? ബോച്ചയുടെ ഭാഗത്താണോ, അല്ലെങ്കിൽ ഹണി റോസിൻ്റെ ഭാഗത്താണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? ബോച്ചയ്ക്കെതിരെ കേസ് കൊടുക്കേണ്ടതുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഒരു മാപ്പ് പറഞ്ഞ് വിടേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ഈ 30 പേർക്കെതിരെ കൊടുത്ത കേസ് ശരിയാണോ? ഇതൊക്കെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ മൊത്തം കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലെയുള്ള വീഡിയോസുമായി കാണാം. അതുവരെ ഗുഡ് ബൈ.